മറ്റു വാർത്തകളിലേക്ക് KSIDCയിലെ പരിശോധന അവസാനിച്ചു. SFIയുടെ പരിശോധനയാണ് അവസാനിച്ചത്. 3 മണിക്കൂറിൽ അധികമാണ് പരിശോധന നീണ്ടുനിന്നത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അനന്തൻ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ SFIയുടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പരിശോധന. എന്തൊക്കെ കാര്യങ്ങളാണ് KSIDCയുടെ ആസ്ഥാനത്ത് നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് തേടിയത്? ആര്യ, സർക്കാരിൻ്റെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ KSIDCയിൽ പരിശോധന അവസാനിച്ചു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉദ്യോഗസ്ഥരാണ് ഈ പരിശോധനയ്ക്ക് എത്തിയത്. ഏതാണ്ട് ഉച്ചയോടെയാണ് ഉദ്യോഗസ്ഥർ എത്തിയത്. 3 മണിക്കൂർ പരിശോധന നീണ്ടു. KSIDCയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഒപ്പം തന്നെ വിശദാംശങ്ങളൊക്കെ ഉദ്യോഗസ്ഥർ ശേഖരിച്ച ശേഷമാണ് മടങ്ങിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ എക്സാലോജിക്കും CMRL കമ്പനിയും തമ്മിലുള്ള വിവാദമായ പണമിടപാട് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് SFIO ഇപ്പോൾ നടത്തുന്നത്. സേവനം നൽകാതെ പണം വാങ്ങിയെന്നുള്ളതാണ് എക്സാലോജിക്കിനെതിരെ CMRLനെതിരെയുമുള്ള ആരോപണം. ഇത് സംബന്ധിച്ചാണ് SFIO അന്വേഷണം തുടരുന്നത്. നേരത്തെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ഈ ഉത്തരവ് SFIOയെ ഈ അന്വേഷണം ഏൽപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ ധൃതിയിൽ തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ CMRLന്റെ ഓഫീസിൽ പരിശോധനകൾ നടത്തി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ KSIDCയിൽ പരിശോധന നടത്തിയത്. KSIDCക്ക് CMRLൽ ഓഹരി പങ്കാളിത്തം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണ വിധേയമാക്കേണ്ട സ്ഥാപനങ്ങളുടെ പട്ടികയിൽ KSIDCയും ഉണ്ട്. ആ ഉത്തരവിൽ അങ്ങനെ തന്നെയാണ്. എക്സാലോജിക്ക്, CMRL ഒപ്പം തന്നെ KSIDC ഈ 3 സ്ഥാപനങ്ങളെയും അന്വേഷണത്തിൽ ഉൾപ്പെടുത്താനാണ് ഉത്തരവിൽ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് KSIDCയിലും ഇപ്പോൾ അന്വേഷണം നടന്നിരിക്കുന്നത്. ഇനി ഇപ്പോൾ CMRLലും അന്വേഷണം നടന്നിരിക്കുന്നു, KSIDCയിലും അന്വേഷണം നടന്നിരിക്കുന്നു. ഇനി SFIOയുടെ അന്വേഷണം എവിടേക്കാണ് എന്നുള്ളതാണ് ഇനി ഇതിൽ കൗതുകമുള്ളത്. ഇനി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തേണ്ടതുണ്ട്. പണമിടപാട് നടന്നിരിക്കുന്നത് CMRLലും എക്സാലോജിക്കും തമ്മിലാണ്. അപ്പോൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് SFIOയുടെ അന്വേഷണം ഉണ്ടാകുമോ, അതെന്നാണ് എന്നുള്ളതാണ് ഇനിയുള്ള കൗതുകം. ശരി, അനന്തൻ പറഞ്ഞ പോലെ ഇനി എവിടെയാണ് അന്വേഷണം SFIO നടത്താൻ പോകുന്നത്?